വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ മൈസൂരിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ്. ശ്രീരംഗപട്ടണം മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പൊ നമുക്ക് ശ്രീരംഗപട്ടണത്ത് എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. ആക്ച്വലി നമ്മൾ കോട്ട കാണാനായിട്ട് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടില്ലേ, ആ ഒരു ഇത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. നമ്മളെ ഗൂഗിൾ അവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതൊരു ഫോർട്ട് പോലത്തെ ഒരു സംഭവമായിരുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ വഴി തന്നെയാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ സ്വാതി ഒരു ഗൈഡിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ എവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ടകളും അതുപോലെ മെമ്മോറിയലും ഒക്കെ എവിടെയാണെന്നിങ്ങനെ അന്വേഷിക്കുകയാണ്. സമയത്തിൻ്റെ അഭാവം മൂലം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥലങ്ങൾ കാണാൻ പോകാനായിട്ട് തീരുമാനിച്ചു. ഫ്രണ്ടിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന അദ്ദേഹമാണ്, നമ്മൾ പുറകിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മസ്ജിദ് ഇ ആല എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഇതൊരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ്. ബാക്കിയുള്ള പള്ളികളെ അപേക്ഷിച്ചിട്ട് ഈ പള്ളിക്കുള്ളൊരു വ്യത്യാസം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ടൊരു ഡോമില്ല, പകരം 2 മിനാരങ്ങളാണുള്ളത്. അപ്പോൾ ഈ കാണുന്നൊരു കുളം അവിടെയായിരുന്നു പണ്ട് ടിപ്പു സുൽത്താൻ നിസ്കാരത്തിന് മുന്നേ വുളു എടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനൊരു അമ്പലത്തിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു തട്ട് താഴെ വരുന്നുണ്ട്. അതായത് ഹിന്ദു കൾച്ചറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ടിപ്പു സുൽത്താൻ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് ഇത്. ഈ പള്ളി ഇപ്പോഴും നിസ്കാരത്തിനായിട്ട് ഓപ്പൺ ആണ്. മാത്രമല്ല ഇത് 2 നിലയായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്കായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നീട് നമ്മൾ പോയത് വെടിയേറ്റ ടിപ്പു സുൽത്താൻ്റെ ശരീരം കണ്ടെത്തിയ സ്ഥലത്താണ്. അതായത് വാട്ടർ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ടിപ്പു സുൽത്താനെ വെടിയേറ്റതെങ്കിലും ബോഡി അവിടെയാണ് കണ്ടെത്തിയത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ ഗേറ്റ്, അവിടെയാണ് പോയത്. വാട്ടർ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീരംഗപട്ടണത്തിൻ്റെ മിലിറ്ററി കേന്ദ്രമായിരുന്ന ഒരു ഫോർട്ട്, അതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എൻട്രൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് കാവേരി നദിയും വരുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു പഴയ ഡോറൊക്കെ കാണാം കേട്ടോ, പണ്ട് കാലത്തുണ്ടായിരുന്ന ഡോറ്. ഈ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് തന്നെ കാവേരി നദിയാണ്. അപ്പോൾ വാട്ടർ ഗേറ്റും അതുപോലെ ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോയത് കൊളോണൽ ബെയ്ലീസ് ഡഞ്ചനാണ്. അതായത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ പണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ജയിലാണിത്. അപ്പോൾ ഈ ഒരു ജയിലിൽ അവിടുത്തെ ശിക്ഷാ നടപടികൾ അതിജീവിക്കാൻ പറ്റാത്ത ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു കൊളോണൽ ബെയ്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്, പക്ഷേ പണ്ടത്തെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഈ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് നിങ്ങൾ കണ്ടില്ലേ? ഒരു തടവുകാരനെ ഈ ഒരു സ്ട്രക്ചറിനെ നടുവിലായിട്ട് നിർത്തി അയാളുടെ 2 കൈകളും അതിൻ്റെ മുകളിൽ വെച്ച് ലോക്ക് ചെയ്ത് നിർത്തി കഴുത്ത് വരെ വെള്ളം നിറച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു ഇവിടുത്തെ ശിക്ഷാ നടപടികളൊക്കെ. ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധകാല സമയത്ത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്ന് നിലം പതിച്ച ഒരു പീരങ്കിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ജയിലിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാവേരി നദി കാണാം. അതുപോലെ ആ കാണുന്നത് റെയിൽ പാളമാണ് അവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ദാ ഇവിടെ നിങ്ങൾക്ക് ഒരു മതിൽക്കെട്ട് കാണാം. ഈ ഓരോ മതിൽക്കെട്ടിൻ്റെയും ഇടയിലായിട്ട് പീരങ്കി വെക്കാനുള്ളൊരു സ്പേസ് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും എയിം ചെയ്ത്, അതായത് ശത്രു എവിടെയാണോ ഏത് സൈഡിലാണോ നോക്കി എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ കാണുന്നത് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളാണ്. സമയത്തിൻ്റെ അഭാവം മൂലം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ടെമ്പിളിന് വരുന്നത്. മാത്രമല്ല ടിപ്പു സുൽത്താൻ ഇടയ്ക്ക് സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു ടെമ്പിളുമായിരുന്നു അത്. പിന്നെ ഈ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ വിൻ്റർ പാലസ് ആണ്. ബ്രിട്ടീഷുകാരായിട്ടുള്ളൊരു യുദ്ധത്തിൽ ഈ ഒരു വിൻ്റർ പാലസ് മൊത്തമായിട്ട് തന്നെ അവരെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു
റിമെയിൻസ്, അതായത് പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് റിമെയിൻസ് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടുന്ന് നമ്മൾ നേരെ പോയത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇത് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ്. നമ്മളങ്ങനെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. അവിടെ കുറച്ച് സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അകത്തേക്ക് വരുന്നത്. ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഗൈഡിന് യാത്ര പറഞ്ഞു. കാര്യം ഇതിനുള്ളിൽ ഒരുപാട് കാണാനുള്ളത് കൊണ്ട് അദ്ദേഹം പോയി. നമ്മൾ പിന്നെ പാലസിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു ഗാർഡനാണ് ഈ പാലസിൽ വരുന്നത്. ഫുൾ പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ അത് നശിച്ചു പോകാണ്ടിരിക്കാൻ, വെയിലേറ്റ് നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി അവരിതുപോലെ കവർ ചെയ്യാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് പടുത കൂട്ട് ഇട്ടിട്ടുണ്ട്. മൈസൂർ പാലസിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു പാലസാണ്. പക്ഷേ ഓരോ ചുമരും വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് ചിത്രകലകളാൽ സമ്പന്നമാണ് ഈ ഒരു പാലസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചുമരിലെയും ആർട്ട് വർക്ക്സ് ഇങ്ങനെ കാണുമായിരുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു പാലസാണിത്. ഇപ്പോഴത്തെ കുറേ വസ്ത്രങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന മുഗൾ പ്രിൻസ് ഒക്കെ ഈ ഒരു പാലസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. അത്രയും ഭംഗിയായിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളാണ് ഈ ഒരു പാലസിലുള്ളത്. എന്താണെങ്കിലും ലൈഫിൽ ഒരിക്കൽ ഈ ഒരു പാലസ് കണ്ടിരിക്കേണ്ടതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലസാണ്. പിന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് ഫർണിച്ചേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലസിൽ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാനായിട്ടുള്ളൊരു സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ
എനിക്ക് ഈ പാലസ് എത്ര കണ്ടിട്ടും മതിയായിട്ടുണ്ടായിരുന്നില്ല, എത്ര ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഓരോ കോർണറും ഓരോ ഡിസൈൻസും ഓരോ എന്താ പറയുക, നമ്മുടെ മനസ്സിന് വേറെ തന്നെ ഒരു ഫീലാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ദാ ഇവിടെ കുറച്ച് ആയുധങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ യൂസ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ തൊപ്പിയും ഒരു സിൽക്ക് കുർത്തയും അതുപോലെ ഒരു പൈജാമ ബോട്ടവും അവിടെ ഡിസ്പ്ലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. പാലസിൻ്റെ പ്രവേശന കവാടത്തിന് അരികിലായി തന്നെ ഫ്രണ്ടിലായിട്ട് ടിപ്പു സുൽത്താൻ്റെ ഒരു വലിയ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ടിപ്പു സുൽത്താൻ നമ്മളെ നോക്കുന്ന പോലെ തോന്നും. അപ്പോൾ വീണ്ടും ഞാൻ ആ പാലസിൻ്റെ ആർക്കിടെക്ചറും പെയിൻറ്റിങ്സിൻ്റെ ബ്യൂട്ടിയും ഇങ്ങനെ ഒപ്പി എടുക്കുമായിരുന്നു എന്ന് വേണം പറയാൻ. അവസാനമായി നമ്മൾ ഇവിടെ ഗാർഡനിൽ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. മൈസൂരിന് വിട പറയാൻ സമയമായി എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വന്നു ഈ ഒരു പാലസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇതിനടുത്ത് തന്നെയായിട്ട് ടിപ്പു സുൽത്താൻ്റെ സ്മാരകവും ഉണ്ടായിരുന്നു. സമയത്തിൻ്റെ കുറവ് മൂലം നമുക്ക് അതും അവിടെയും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാലസ് വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗാർഡൻ വളരെ വിശാലമായിട്ടുള്ളൊരു ഗാർഡനാണ്. അപ്പോൾ നമ്മുടെ ശ്രീരംഗപട്ടണത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ മൈസൂർ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. അടുത്ത വ്ളോഗിൽ തിരിച്ചു പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം.